ടോപ്പ് ആൻഡ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ 1-ൻ്റെ ഇന്ത്യൻ ലോജിക്കിൻ്റെ സീരീസിൽ വരുന്ന ഫാലസീസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഇന്ത്യൻ ലോജിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഫാലസീസ് എന്ന് പറയുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഫാലസി എന്ന് പറയുമ്പോൾ വരിക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ അതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കാരണം ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഗിഫ്റ്റ് മിസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. സോ ബേസിക് ആയിട്ട് എന്താ ഫാലസി എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കെയാണ് ഫാലസി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്സ്, തെറ്റുകളെയാണ് ഫാലസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ എന്താണ് ഫാലസി, എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ നോക്കാം. ഫാലസീസ് ആർ ദ എറേഴ്സ് ഓർ ട്രിക്സ് ഓഫ് റീസണിങ്. റീസണിങ്ങിൽ വരുന്ന തെറ്റുകളെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്, ഫാലസീസ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് നമുക്കറിയാം, നിങ്ങൾക്കിപ്പോൾ ആർഗ്യുമെൻറ്റ്സും കൺക്ലൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അധികം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസോ, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തരും, ഒരു കൺക്ലൂഷൻ തരും. സോ ആ ഒരു കേസിലാണ് ഈ പറയുന്ന ഫാലസീസിൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. ഈ ഫാലസീസ് പഠിച്ചാൽ മാത്രമേ ഇത്തരം ആർഗ്യുമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണിങ്ങിൽ വരുന്ന തെറ്റുകളാണ്. അതായത് ഒരു ആർഗ്യുമെൻറ്റിൽ വരുന്ന ഡിഫക്റ്റുകൾ, അതിനെയാണ് എന്ത് പറയുന്നത്, ഫാലസി എന്ന് പറയുന്നത്. ഫാലസീസ് ഇൻറ്റൻഷണൽ ആവാം, അൺഇൻറ്റൻഷണൽ ആവാം. അൺഇൻറ്റൻഷണൽ ആണെങ്കിൽ അതിന് നമ്മൾ വെറും എറേഴ്സ് എന്ന് പറയും. ഇൻറ്റൻഷണൽ ആണെങ്കിൽ അതിന് ട്രിക്സ് എന്നാണ് പറയുക. ട്രിക്സ് അഥവാ സോഫിസം എന്ന് പറയും, അതിൻ്റെ മറ്റൊരു പേര്. ഇൻറ്റൻഷനലി ഞാൻ തെറ്റ് വരുത്തുകയാണെങ്കിൽ അത് ട്രിക്സ് ആയിട്ടും, ഇൻറ്റൻഷണൽ അല്ല അൺഇൻറ്റൻഷനലി വരികയാണ്, അതായത് അറിയാണ്ട് വന്നു പോവുകയാണെങ്കിൽ അതിന് നമ്മൾ എറേഴ്സ് എന്നും പറയും. ഇനി ഫാലസീസിൽ ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഫാലസീസ് ഒരു ആർഗ്യുമെൻറ്റിൽ ഫാലസി ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എത്തോസ്, ലോഗോസ്, പാത്തോസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫാലസീസ് ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ ഏത് ഫാലസിയാണ് ഇവിടെ വന്നത്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഫാലസി ചെക്ക് ചെയ്യുക എന്നുള്ളത്. സോ ഇനി നമുക്ക് ഫാലസീസിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 2 കാറ്റഗറിയാണ് മെയിനായിട്ട് പറയുക ഫാലസീസ്. നിങ്ങളുടെ സിലബസ് പ്രകാരം 2 ക്ലാസിഫിക്കേഷനാണ് ഫാലസീസിനെ കൊടുക്കുക. ഫോർമൽ ഫാലസീസും ഉണ്ട്, ഇൻഫോർമൽ ഫാലസീസും ഉണ്ട്. അത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഫോർമൽ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ വന്ന പ്രശ്നം, ആർഗ്യുമെൻറ്റ്സിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന പ്രശ്നങ്ങളെയാണ് ഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണിങ്ങിൽ വരുന്ന പ്രശ്നങ്ങളാണ്. എന്താണ് ഫോർമൽ ഫാലസി നമുക്ക് നോക്കാം. ഫോർമൽ ഫാലസി എന്താണ് എന്നുള്ളത് പറഞ്ഞ പോലെ ആ ഒരു ക്വസ്റ്റ്യനിലെ ഫോമിലോ ആർഗ്യുമെൻറ്റിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്ട്രക്ചറിലൊക്കെ വരുന്ന ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ടെക്നിക്കൽ സ്ട്രക്ചറിലൊക്കെ വരുന്ന മിസ്റ്റേക്കുകളെയാണ് എന്തുദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എറേഴ്സിനെയാണ് എന്തുദ്ദേശിക്കുന്നത്, ഫോർമൽ ഫാലസീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഫോമിലോ അറേഞ്ച്മെൻറ്റിലോ അഥവാ അതിൻ്റെ സ്ട്രക്ചറിലോ ഒക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് എന്തുദ്ദേശിക്കുന്നത്, ഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് ആയിരിക്കും സ്ട്രക്ചറിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഫോർമൽ ഫാലസി. ഇവിടെ ഈ ഒരു ഫോർമൽ ഫാലസീൻ്റെ കേസിൽ കൺക്ലൂഷൻ കറക്റ്റാണോ അല്ലേ എന്നുള്ളതല്ല, നമ്മുടെ ആർഗ്യുമെൻറ്റ് കറക്റ്റാണോ അല്ലേ എന്നുള്ളതാണ്. ആർഗ്യുമെൻറ്റിൻ്റെ ഫോം കറക്റ്റാണോ അല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് പ്രധാനമായിട്ടും എന്താ പ്രശ്നം വരാറ്, നമ്മുടെ പ്രിമൈസിൽ നിന്നും, പ്രിമൈസാണ് നമ്മുടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സായിട്ട് പ്രിമൈസ് എന്ന് പറയുന്നത്. ഈ പ്രിമൈസിൽ നിന്നും അല്ല നമ്മുടെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതായത് പ്രിമൈസുമായിട്ട് വലിയ കണക്ഷൻ നമ്മുടെ ഈ പറയുന്ന കൺക്ലൂഷൻ ഉണ്ടാവില്ല. അതാണ് ഈ ഒരു ഫോർമൽ ഫാലസിയുടെ പ്രശ്നം വരിക. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓൾ ബ്ലാക്ക് ഡോഗ്സ് ആർ ഒംനിവോർസ്, ഓൾ ഫോക്സസ് ആർ ബ്ലാക്ക്, ഓൾ ഫോക്സസ് ആർ ഡോഗ്. ഫസ്റ്റത്തെ 2 നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് വരിക, അത് പ്രിമൈസ് എന്ന് പറയുന്നത്. ഓൾ ബ്ലാക്ക് ഡോഗ്സ് ആർ ഒംനിവോറസ്, ഓൾ ഫോക്സസ് ആർ ബ്ലാക്ക്. ഇതാണ് നമ്മുടെ 2 പ്രിമൈസ്. ഒന്നാമത്തെ പ്രിമൈസ് എന്താ പറയുന്നത്, എല്ലാ കറുത്ത നായ്ക്കളും ഒംനിവോറസ് ആണ്, ആൻഡ് എല്ലാ ഫോക്സുകളും എന്താണ്, കറുപ്പാണ്. ഈ 2 പ്രിമൈസിന് ഞാൻ ഇത്തരം കൺക്ലൂഷൻ ഏതാ, ഓൾ ഫോക്സ് ആർ ഡോഗ്. എല്ലാ കുറുക്കന്മാരും അല്ലെങ്കിൽ ഫോക്സുകളും എന്താണ്, നായക്കളാണ്, ഡോഗാണ് എന്ന് പറഞ്ഞു. അതെനിക്ക് പറയാൻ പറ്റുമോ? അതായത് ആ ഒരു സ്ട്രക്ചർ പ്രകാരം ഇവിടെ എല്ലാ ബ്ലാക്ക് ഡോഗ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ല, എല്ലാ കറുത്ത നായ്ക്കളും ഒംനിവോറസ് ആണ്, എല്ലാ കുറുക്കന്മാരും കറുപ്പാണ് എന്ന് വെച്ചിട്ട് എല്ലാ കുറുക്കന്മാരും നായ്ക്കളാണെന്ന് എനിക്ക് പറയാൻ പറ്റും? ഇല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ തെറ്റിപ്പോയി. അതായത് സ്ട്രക്ചറിൽ എനിക്ക് എന്ത് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഈ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫോക്സ് എല്ലാം ഡോഗാണെന്ന് പറയാൻ പറ്റില്ല. ഇത്തരം ഇതേപോലെ സ്ട്രക്ചറിൽ വരുന്ന മിസ്റ്റേക്കുകളാണെങ്കിൽ അതിനെയാണ് എന്തുദ്ദേശിക്കുന്നത്, ഫോർമൽ ഫാലസീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ടൈപ്പുകളിലേക്ക് പോകാം. മെയിനായിട്ട് ടൈപ്സ് കുറേ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 4 എണ്ണമാണ്. അത് ഈ പറയുന്നതാണ്: appeal to probability, masked man fallacy, non sequitur, bad reason fallacy. ഇപ്പോൾ ഈ 4 നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം.
അതിന് മുന്നേ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ കാര്യം അല്ലേ. അതായത് പേപ്പർ 1 പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് PDF കൊടുക്കുന്നുണ്ട്. ഈ ബുക്ക് പോലെ നമ്മൾ PDF കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ PDF താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നമ്മൾ ആ ഒരു PDF അയച്ചു തരുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള PDF എന്ന് പറയുന്നത് NEP ആണ്. എഡ്യൂക്കേഷനിൽ NEP കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് NEP കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെ, അതിൻ്റെ PDF ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്താണ് വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന IDയിലേക്ക് നമ്മൾ ഈ പറയുന്ന PDF അയച്ചിരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈപ്സ് ഓഫ് ഫെലസിയിലേക്കാണ് പോകാം. ഫോർമൽ ഫെലസീൻ്റെ 4 ടൈപ്സ് ആണ് വരുന്നത്. സോ ഫസ്റ്റത്തെയാണ് അപ്പീൽ ടു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി അല്ലേ, എന്താണ് ഊഹം. അതായത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പീൽ ടു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെറും പ്രോബബിലിറ്റി, അതായത് ഊഹത്തിൻ്റെ ബേസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, തെറ്റിപ്പോയി. ബേസിൽ അതായത് പ്രോബബിലിറ്റി ചാൻസിൻ്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്യാണ്, പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ചാൻസ് ആണ്. അപ്പോൾ ആ ഒരു ചാൻസിൻ്റെ ബേസിൽ ഞാനൊരു കാര്യം പറഞ്ഞു ആൻഡ് എന്ത് വന്നില്ല, ചാൻസ് കറക്റ്റ് ആയില്ല, കാര്യം തെറ്റിപ്പോയി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഇവിടെ തന്നെ നോക്കുക. ഐ സീ എ ഡാർക്ക് ക്ലൗഡ് ഓൺ ദ ഹൊറിസോൺ. ഡാർക്ക് ക്ലൗഡ് മീൻസ് റെയിൻ ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ ഹിയർ ടുഡേ. ഞാൻ ആകാശത്ത് കറുത്ത മേഘങ്ങളെ കണ്ടു. കറുത്ത മേഘങ്ങളുണ്ടെങ്കിൽ മഴ പെയ്യും. അപ്പോൾ ഇത് എന്തായാലും മഴ പെയ്യും. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ വന്നത്. ആകാശത്ത് കറുത്ത മേഘങ്ങളെ കാണാണ്ട് കറുത്ത മേഘങ്ങളുണ്ടെങ്കിൽ എന്തായാലും മഴ പെയ്യും. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്ത് എന്ത്, കറുത്ത മേഘങ്ങൾ അവിടെ ഉണ്ട്, അപ്പോൾ എന്തായാലും മഴ പെയ്യും. വെറും ചാൻസിൻ്റെ ബേസിൽ, എനിക്ക് സയൻറ്റിഫിക്കൽ പ്രൂഫൊന്നുമില്ല, ഞാനൊരു ഊഹത്തിൻ്റെ ബേസിൽ പറഞ്ഞു മഴ പെയ്യും. മഴ പെയ്തില്ല. അതാണ് എന്ത്, അപ്പീൽ ടു പ്രോബബിലിറ്റി. ചാൻസ് അഥവാ പ്രോബബിലിറ്റിയുടെ ബേസിൽ ഞാൻ എന്ത് ചെയ്യാണ്, കൺക്ലൂഷൻ കൊണ്ടുവരികയാണ് ആൻഡ് അത് തെറ്റായിപ്പോയി, അതായത് വർക്കായില്ല. അതാണ് അപ്പീൽ ടു പ്രോബബിലിറ്റി. ഇതിനടുത്താണ് മാസ്ക്ഡ് മാൻ ഫെലസി. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലേ എന്തൊക്കെ പോർഷൻസാണ് നമ്മൾ വരും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരെ മനസ്സിലാവാത്ത പോർഷൻസോ ക്ലിയർ ആവാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ 1 ഏത് ഭാഗത്ത് നിന്ന് ആയിക്കോട്ടെ നിങ്ങൾക്കത് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോർഷൻസിനെ ഉൾക്കൊള്ളിച്ച് നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ മാസ്ക്ഡ് മാൻ ഫെലസി നോക്കാം. മാസ്ക്ഡ് മാൻ ഫെലസി ഷോർട്ടായിട്ട് ഞാൻ പറയാം. നിങ്ങൾ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അന്വേഷിക്കണില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ച് എന്ത് ചെയ്യണം, നിങ്ങളോട് കൺക്ലൂഡ് ചെയ്യണം. മാസ്ക്ഡ് മാൻ ഫെലസി. അതായത് ഇപ്പോൾ നമ്മുടെ കൊറോണയൊക്കെ സമയത്ത് നമ്മൾ മാസ്ക് വെച്ച് സ്റ്റാർട്ടിങ് സമയത്ത് പെട്ടെന്ന് മാസ്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ആരാന്ന് മനസ്സിലാവില്ല. അതായത് പെട്ടെന്ന് ഒരാൾ നിങ്ങൾക്ക് ഇത്രയും കാലം മാസ്കിലാണ്ട് കണ്ട ഒരാളെ നിങ്ങൾ എന്ത് ചെയ്തു, മാസ്ക് വെച്ച് കിടപ്പൊക്കെ മനസ്സിലായില്ല. നിങ്ങൾ ഊഹിക്കുകയാണ് ഇത് ഇയാളാണ് എന്നുള്ള ബേസിൽ നിങ്ങളോട് പറയാൻ തുടങ്ങുകയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെയാണ് മാസ്ക് മാറ്റുമ്പോഴാണ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലാവണം അയ്യോ ഇതാൾ മാറിപ്പോയി. അതായത് ഇങ്ങ് ചോദിച്ചാൽ മതി, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണില്ല, ഫുൾ ഇൻഫോർമേഷൻ എടുക്കാൻ പോകണില്ല. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷനെ ബേസിൽ നിങ്ങൾ തുടങ്ങുകയാണ്. അതേപോലെ തന്നെ ഈ മാസ്ക്ഡ് മാൻ ഫെലസി, നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ, അതായത് നിങ്ങൾ ചോദിച്ചു പുതിയ ഇൻഫോർമേഷൻ ഉണ്ടാക്കണില്ല, കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി, ആ ക്ലാസ്സിലൊരു കുട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചായക്കടയിൽ നിന്ന് കണ്ടു. എക്സാമ്പിൾ തന്നെ പറയാനേ, ഐ സോ യു ഹാവിങ് കോഫി വിത്ത് എ മാൻ ഹാവിങ് ബിയർ ആൻഡ് രാജേഷ് ഹാവ് ബിയർ, സോ ഹി ഈസ് യുവർ ന്യൂ ബോയ് ഫ്രണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി നമ്മൾ പുറത്തൊരു ചായക്കടയിൽ നിന്ന് കണ്ടു, ഒരു താടിയുള്ള ആളുടെ ചായക്കട ഇരിക്കണം നിങ്ങൾ കാണുകയാണ്. നിങ്ങളുടെ അറിവിൽ ആകെ താടിയുള്ളത് ആർക്കാണ്, രാജേഷ്. നിങ്ങളുടെ ക്ലാസ്സിൽ രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമാണ് നിങ്ങളുടെ അറിവിൽ താടിയുള്ളത്. നിങ്ങൾ നേരെ എന്ത് ചെയ്തു, ചോദിക്കണോ വർത്താനൊന്നുമില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, ഈ താടി ഉണ്ടെന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ ആളൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്തു, ഒറ്റയടിക്ക് കണ്ടുപിടിച്ചിട്ട് ചാടി രാജേഷാണത്, രാജേഷാണ് ആ കുട്ടിയുടെ പുതിയ ബോയ് ഫ്രണ്ട്. ഈ കുട്ടി ഒരു ചായക്കടയിൽ ഒരു ആളുടെ ഒപ്പം നിൽക്കേണ്ട ആൾക്ക് താടിയുണ്ട്, ഇത്ര നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ താടിയുള്ള ആരാന്നൊന്നും കണ്ടിട്ടില്ല. നിങ്ങളുടെ അറിവിൽ ആകെ താടിയുള്ളത് രാജേഷിനാണ്. നിങ്ങൾ എന്ത് ചെയ്തു, ആ കുട്ടി രാജേഷിൻ്റെ ഒപ്പം ചായ അടിക്കേണ്ട, ആ കുട്ടി ഇപ്പോൾ രാജേഷിൻ്റെ ലൈനാണ്. ഒറ്റയടിക്ക് നിങ്ങൾ എന്ത് ചെയ്തു, കൺക്ലൂഡ് ചെയ്തു. അതാണ് മാസ്ക്ഡ് മാൻ ഫെലസി. എല്ലാ ഇൻഫോർമേഷനും എടുക്കാൻ പോകുന്നില്ല, കിട്ടിയ ഇൻഫോർമേഷൻ്റെ ബേസിൽ നിങ്ങളോട് കൺക്ലൂഡ് ചെയ്തു. തെറ്റിപ്പോയി. തെറ്റുമാണ്ടോ, നമ്മുടെ ഫെലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് എന്തായാലും വരണം. ഇനി അടുത്തതാണ് നോൺ സെക്യൂറ്റർ എന്ന് പറയുന്നത്. നോൺ സെക്യൂറ്ററും സിമ്പിളാണ്. അതായത് നിങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ, നമ്മുടെ പ്രിമൈസുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. 2 പ്രിമൈസും ഒരു കൺക്ലൂഷനാണ് വരിക. 2 പ്രിമൈസായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു കൺക്ലൂഷൻ നിങ്ങൾ എവിടുന്നോ പൊക്കിക്കൊണ്ടു. അതാണ് എന്ത്, നോൺ സെക്യൂറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം, മലയാളീസ് ആർ ഫ്രം ഇന്ത്യ, റാവ് ഈസ് നോട്ട് എ മലയാളി, therefore he is not from India. എന്താ ഉദ്ദേശിക്കണേ, മലയാളികളൊക്കെ ഇന്ത്യയിലാണ്. ഓക്കെ,
രാം എന്ന് പറയുന്നത് മലയാളിയല്ല. ആയിക്കോട്ടെ, നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണത് എന്താ? അപ്പോൾ രാം ഇന്ത്യയിലല്ല. നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ മലയാളികൾ മാത്രമല്ല, ഹിന്ദിക്കാരുണ്ട്, തമിഴന്മാരുണ്ട്, കുറേ ആൾക്കാരുണ്ട് അല്ലേ, ഗുജറാത്തികളുണ്ട്. സോ മലയാളികൾ ഇന്ത്യ എന്നാണ്. രാം ഒരു മലയാളിയല്ല, അതുകൊണ്ട് രാം ഇന്ത്യക്കാരനല്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ അത്ര മിസ്റ്റേക്കുകളാണ്, അങ്ങനെ വരുന്ന മിസ്റ്റേക്കുകളാണ് എന്ത്? നോൺ സെക്യൂട്ടർ. അടുത്തത് ലാസ്റ്റ് വരുന്നതാണ് ബാഡ് റീസൺ ഫെല്ലസി അഥവാ ആർഗ്യുമെൻറ്റം ആഡ് ലോജിക്കം എന്ന് പറയും. അതായത് ലോജിക്കിനെതിരായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് അഥവാ പക്ക എന്താ പറയുക, ബാഡ് റീസൺസ് കൊടുക്കുക. അപ്പോൾ എന്തേ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ഞാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന് തിങ്കളാഴ്ചയല്ലേ ഇന്ന് പഠിക്കാൻ പാടില്ല, അങ്ങനത്തെ കാരണങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. യു ആർ അഫ്രൈഡ് ഓഫ് ക്ലൗഡ്സ് സോ യു ഡോണ്ട് ഫ്ലൈ. അതായത് നിങ്ങളൊരാളെ കാണിച്ചിട്ട് പറക്കാറില്ല, എന്ത് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവന് മേഘങ്ങളെ വലിയ താല്പര്യമില്ല, മേഘങ്ങളുടെ ഇടയിൽ കൂടെ പറക്കാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അവൻ പറക്കാറില്ല. എന്താണ് കാരണം? പറക്കാൻ ചിറകില്ല, നമുക്ക് ചിറകൊന്നുമില്ല, നമുക്ക് പറക്കാൻ പറ്റില്ല. കാരണം എന്താ പറയണേ? അവൻ പറക്കാറുണ്ട്, അവന് ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ പറക്കാറ് വലിയ താല്പര്യമില്ല, ഇഷ്ടമല്ല മേഘങ്ങൾ, അതും കൊണ്ട് അവൻ പറക്കാത്തത്. എന്താ പറയുക, നമ്മൾ ഓരോ മുട്ട് ന്യായങ്ങൾ അഥവാ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാരണം പറയുക എന്നുള്ള പോലെ. അതാണ് ബാഡ് റീസൺ ഫാലസി. ഒരു കണക്ഷനും ഒരു ലോജിക്കും ഇല്ലാത്തൊരു റീസൺ പറയുക, ബാഡ് റീസൺ ഫാലസി. ഈ 4 ഫാലസീസും നിങ്ങളൊന്നും കൂടി കറക്റ്റ് ഒന്നും പാടെ റിവൈൻഡ് ചെയ്ത് കാണാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചൊരു സിമിലാരിറ്റീസ് 4 തോന്നും, കാരണം 4 ഒരു സബ് ക്ലാസിഫിക്കേഷൻ വരുന്നതല്ലേ. ഫോർമൽ ഫാലസിയുടെ സബ് ക്ലാസിഫിക്കേഷനാണ് ഈ 4. സോ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നും. എന്നിരുന്നാലും 1-2 വട്ടം ഈ ഒരു വീഡിയോ കാണുക, എന്നാൽ മാത്രമേ ആ കൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ. അതേപോലെ നമ്മൾ വരും വീഡിയോസ് ഏത് ടോപ്പിക്കിലാണ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ